എന്തായാലും കല്യാണ വീട്ടിൽ അങ്ങനെ സംഭവം നടന്നതിന് ശേഷം വലിയൊരു ഭാഗ്യമാണല്ലോ ലഭിച്ചത്. കാരണം മലയാള സിനിമയില് വലിയ വലിയ താരങ്ങൾ വരെ അറിയുന്ന ഒരാളാണ് ജയസൂര്യ. അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് കാണാനും ഫോട്ടോ എടുക്കാനും സാധിച്ചതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ അവിടെ സാധാരണ പൂജയ്ക്ക് പോകുമ്പോ ഒരുപാട് സുഹൃത്തുക്കളെ കൊണ്ടുപോകും. ഇത് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, റിസ്ക് എടുത്തിട്ട്. കാരണം എനിക്ക് അറിയാലോ, ഒരുപാട് പേര് എന്നെ കാണുമ്പോ ഫോട്ടോ എടുക്കാൻ വരും, ആള് കൂടും. പിന്നെ ഒരു ലുലുമാളിൽ പോയിട്ട് ആൾ കൂടിയായിരുന്നു. അപ്പൊ അതൊക്കെ റിസ്ക് എടുത്താ പോകണം. അപ്പൊ എന്തായാലും ജയേട്ടനെ കണ്ടപ്പോ ഫോട്ടോ എടുക്കാനും അത് ഭയങ്കര രീതിയില് പോസിറ്റീവ് രീതിയില് വൈറലാകാനും. അത് നമ്മളിപ്പോ എന്ത് വീഡിയോ ചെയ്താലും ഞാനാണെങ്കിലും ആട്ടയമാണെങ്കിലും കൊച്ചിയാണെങ്കിലും ആരാണെങ്കിലും ഒരുപാട് കമന്റ്സ് ഉണ്ട് കേട്ടാ. പക്ഷെ നമ്മുടെ ഞാനും ജയേട്ടനും കൂടിയുള്ള ആ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലായിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം കൊണ്ട് തന്നെ എത്ര പേരെ കണ്ടതെന്ന് അറിയാമോ? ചോദിക്ക്. ഇന്നലെ ഇപ്പൊ എത്ര ലക്ഷം പേര് കണ്ടു? അത് ഇന്നലെ 2 മില്യൺ കേട്ടോ, 2 മില്യൺ. അപ്പൊ പുലിയാണല്ലോ. 2 മില്യൺ എന്ന് പറയുമ്പോ 20 ലക്ഷം പേര്. താന്റെ ഒരു ജയസൂര്യ ചേട്ടന്റെ ഒരു പടത്തിൽ താൻ ഉണ്ടെന്നുള്ളൊരു വ്യാജ പ്രചരണം നടന്നു വരുന്നുണ്ടല്ലോ ഇതിനോട് തന്നെ. കടമ്പറ്റ് തത്തനാര് അല്ലേ? ഓക്കെ, അതെന്തായാലും എനിക്ക് തോന്നണെന്ന് പറഞ്ഞാൽ ജയസൂര്യ ചേട്ടന്റെ പടത്തിൽ താങ്കൾ ചിലപ്പോൾ വരുമെന്ന് എനിക്ക് തോന്നുന്നു. കളങ്കാവിലേക്ക് ചെയ്ത ഡയറക്ടർ ചിലപ്പോൾ ഒരു പക്ഷെ താങ്കളെ ഈ പുതിയ സിനിമയിലേക്ക് വിളിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ വിളിച്ചാൽ താങ്കൾ പോകുമോ? അത് കേട്ടാ മതി. പ്രതിഫലമൊന്നും ഇല്ലാണ്ട് തന്നെ പോകും തീർച്ചയായിട്ടും. കാരണം ഞാനൊരു കാര്യം പറയും, ഞാൻ ഒരിക്കലും സിനിമയെ ഒരിക്കലും കച്ചവടം വാങ്ങിക്കാനില്ല. കാരണം ഞാന് ഒരു സൃണപരമായിട്ടുള്ള കാര്യം ഞാൻ പറയാം. കാരണം നമ്മളിപ്പോ എന്റെ കണ്ണിന്ന് വെള്ളം വന്ന ഉണ്ടാവും, അത് തീർച്ചയായിട്ടും മനസ്സിൽ തട്ടി വന്ന കണ്ണീര്, അല്ലാണ്ട് നമ്മളിപ്പോ തുപ്പിള് വെക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അപ്പോ ഞാന് സിനിമയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് കടം മേടിച്ചവരെ പോയിട്ടുണ്ട് പണ്ട് അഭിനയിക്കാനായിട്ട്. ഡേയ്സിന്റെയും തല്ലുമാരുടെയൊക്കെ ലൊക്കേഷനിലൊക്കെ പോയ സമയത്ത് എന്റെ അമ്മുമ്മ ആഗ്നസ് പെരേര അറിയാലോ, മരിച്ചു പോയല്ലോ. അപ്പൊ അമ്മുമ്മയുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പൈസ 100-200 രൂപയും പിറകി തരും. അത് എടുത്തിട്ട് ബസ്സിന് കയറി ഞാൻ പോയിട്ടുണ്ട്. തല്ലുമാല ലൊക്കേഷനിലാണെങ്കിലും പിന്നെ RDX ലൊക്കേഷൻ, സത്യനാഥ ലൊക്കേഷനിലൊക്കെ അമ്മുമ്മയുടെ എന്റെ അമ്മ അനി പെരേര് തന്ന പൈസ കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോ കഷ്ടപ്പാടിനൊടുവിലാണ് ബാഡ് ബോയ്സിൽ ആ ഒരു ഡയലോഗ് റോൾ കിട്ടിയത്. പിന്നെ മീനൂസ് കിച്ചണിലാണെങ്കിലും നമുക്ക് സീരിയലില് 6 സീക്വൻസില് 6 എപ്പിസോഡിൽ എനിക്ക് വിഷ്ണു കൊച്ചിക്കാരൻ മുഖേനയാണ് അതിലേക്ക് വന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും ഇതൊരു സന്തോഷം കണ്ടീരാ. കാരണം നമ്മളെപ്പോലുള്ള ഒരാളെ ജയസൂര്യ എന്നൊരു നടൻ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുക, തോളത്ത് തട്ടുക, അതൊക്കെ ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം നീലക്കുയിലിന്റെ പേജിൽ അത് ഒരുപാട് പേര് എന്റെ പണ്ടത്തെ വീടുകളിലൊക്കെ ഇത് ഇപ്പൊ ലൈവായിട്ടാണോ വരെ കരഞ്ഞേക്കണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഇത് ആക്ടിങ് അല്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജയസൂര്യ എന്ന് പറഞ്ഞ വ്യക്തി ഒരു മിമിക്രി കലാകാരനാണ്. അദ്ദേഹം ഇദ്ദേഹത്തെ ചേർത്ത് പിടിച്ചപ്പോൾ ഇത് കണ്ടപ്പോ നമ്മള് ഒരിക്കലും ഈ വീഡിയോ ചെയ്യുമ്പോ നമുക്ക് 10 പൈസ ഇങ്ങനെയുള്ള വീഡിയോ കിട്ടില്ല.